ഹായ് വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇൻസ്റ്റയിൽ പറഞ്ഞ പോലെ സന്തോഷ വർത്താനവും സങ്കട വർത്താനവും. സന്തോഷ വർത്താനം എന്താണെന്ന് ചോദിച്ചാൽ SBI ഇപ്രാവശ്യത്തെ 2026 ക്ലർക്ക് വേക്കൻസി വിളിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ വർഷം 6500 വേക്കൻസിയാണ് ബാക്ക്ലോഗിൻ്റെ കൂട്ടി വന്നത്. എന്നാൽ ഈ വർഷം ബാക്ക്ലോഗ് കൂട്ടാതെ 1500 നേരത്തെ വിളിച്ചു. അത് കൂട്ടാതെ തന്നെ 7680 വേക്കൻസിയോളം നമുക്കുണ്ട് എന്നുള്ള സന്തോഷ വർത്തമാനമാണ്. അത് കൂടാം, ഇനിയും ഇല്ലാത്തടത്തൂടെയും വരാമെന്നുള്ളതാണ്. പ്രൊവിഷണലാണ് എന്ന് പറയാം. അപ്പോൾ അതൊരു സന്തോഷ വർത്തമാനമാണ്. എന്നാൽ കേരളത്തിലെ ബാങ്ക് ആസ്പിറൻസിന് സങ്കട വർത്തമാനം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിക്കരുത്. വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. വേക്കൻസി നോട്ട് റിപ്പോർട്ടഡ് എന്നാണ്, വരാം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ ചില സങ്കടകരമായ കാര്യങ്ങൾക്ക് പരിഹാരവും കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, ഏതൊക്കെ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാം, ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും ഒക്കെ അറിയാം. അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സാധാരണയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏത് ഡിഗ്രി ആയാലും UGC അപ്രൂവ് ആയ പാസ് മതി. അങ്ങനെ പലർക്കും ഒരു സംശയമുണ്ട്. SBI 50% ചോദിക്കുന്നു. ഒരിക്കലുമില്ല. ഇനി പാസ്സാണ്, പാസ് ഓഫ് എനി ഡിഗ്രി യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത് അതിലേക്ക്. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ഏജിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട് SBI IPS തമ്മിൽ. നമുക്കത് നോക്കാം. ഏജ് ലിമിറ്റ് ആസ് ഓൺ 1/4/2026 ഏപ്രിൽ 1 ഏപ്രിൽ 1 കഴിഞ്ഞിട്ട് നാളുകൾ കുറേ, പക്ഷേ അതാണ് ലിമിറ്റ് വെച്ചേക്കുന്നത്. അവിടെ എന്താകരുത്, ആ സമയത്ത് നിങ്ങൾക്ക് 20 താഴെ ആകരുത്, 28 വയസ്സിൽ കൂടുകയും ചെയ്യരുത്. അത് ഓർത്തുകൊള്ളുക അതിനകത്ത്. സോ ഇവിടെ പലരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ അവർ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് വെച്ച് IPS അങ്ങനെയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ 28 കഴിഞ്ഞു, 28 ആകുന്നതേ ഉള്ളൂ വെച്ചോളുക. പക്ഷേ ഏപ്രിൽ നിങ്ങൾക്ക് 28 കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കുന്ന ഇപ്പോഴത്തെ ഇതാണ്. അതെപ്പോഴും നിങ്ങൾക്കൊരു ഇതായിരിക്കും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷൻ. സംശയമുള്ളവർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അത് ഈ ഡേറ്റ് വേണം. ഇതുള്ളത് 31/12/2026 ആയിരിക്കണം അവരുടെ ഇതിലേക്ക് വരുന്നത്. എൻഷുർ ദാറ്റ് ഡേറ്റ് ഓഫ് പാസിംഗ് ID ഈസ് ഓൺ ഓർ ബിഫോർ 31/12/2026. സോ ഇതാണ് സാധാരണ കാണുന്ന ഇതിലേക്കാണ്. അടുത്തതിലേക്ക് നോക്കാം. സെഷൻ 3 സെഷനായിട്ടാണ് നടക്കുന്നത്. പ്രിലിംസ്, മെയിൻസ് ഇതെന്നുള്ളത്, പിന്നെ ഒരു ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ്. സോ പ്രിലിംസ് എന്താണെന്ന് നോക്കാം. സാധാരണ ഉള്ളത് തന്നെ. ഇതിന് സെഷൻ കട്ട് ഓഫ് ഇല്ല കേട്ടോ, ടോട്ടൽ കട്ട് ഓഫ് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. IPS അങ്ങനെയല്ല, ഓരോ സബ്ജക്റ്റിനും സെഷൻ കട്ട് ഓഫ് ഉണ്ട്. സോ ഇംഗ്ലീഷ് 30, ന്യൂമറിക്കൽ എബിലിറ്റി 35, റീസണിങ് എബിലിറ്റി 35, 100 എന്നുള്ള സാധാരണ ചേഞ്ചസ് ഒന്നും ഇല്ല. നമുക്ക് മെയിൻസിലേക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ പ്രിലിംസ് ഏകദേശം സെപ്റ്റംബറിലേക്കാണ് വരുന്നത്. അവർ ഡേറ്റ് ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് വരുമ്പോൾ നവംബറിലേക്ക് പ്രിലിംസ് പാസ്സാകുന്നവർക്ക് വേണ്ടി മെയിൻസ് ഉണ്ട്. മെയിൻസിൻ്റെ ടൈമിംഗ് ഇതാണ്. എല്ലാ സബ്ജക്റ്റും ഉണ്ട്. 190 ക്വസ്റ്റ്യൻ, 200 മാർക്ക്. അതാണ് സബ്ജക്റ്റ് വൈസ് അലോക്കേഷൻ. 2 അവർ 40 മിനിറ്റ് ഉണ്ട്. 2 hours 40 minutes ഈസ് എ ടെസ്റ്റ്. സോ പ്രിലിംസ് പാസ്സായവർക്ക് മാത്രമായിരിക്കും മെയിൻസ് ഉള്ളത്. ഇനി മെയിൻസ് കഴിഞ്ഞാൽ എന്താണ് അടുത്തത്? ക്വാളിഫയിങ് റൗണ്ടാണ്. ഒരിക്കലും അതിന് മാർക്കില്ല എന്ന് ഓർക്കുക. സോ അത് നോക്കാം. ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്താണ്? പലർക്കുള്ള ഡൗട്ടാണ്. അത് നോക്കാം നമുക്ക്. അടുത്തതാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു സെക്ഷനിലേക്ക് വരുന്നത്. എന്താണ് ലാംഗ്വേജ്? 3ാമത്തെ ടെസ്റ്റിലാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയും. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്? ഇൻ കേസ് നിങ്ങൾ കർണാടക സ്റ്റേറ്റാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലെ 12ാം ക്ലാസ് വരെ തീർച്ചയായും കന്നഡ പഠിച്ചിരിക്കണമെന്നാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. എന്താണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് നോക്കാം. അതിലേക്ക് ഇവിടെയാണ്. വെർബലല്ല, പറയണ്ട, നോൺ വെർബല, എഴുതിയാൽ മതി. അതിന് ഒബ്ജക്റ്റീവ് ഉണ്ട്, സബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് മീൻസ് OMR ടൈപ്പും, സബ്ജക്റ്റീവ് നമ്മൾ എഴുതണം അതിനകത്ത്. അതിന് 3 പാസേജ് തരും. കോമ്പിനേഷൻ ടൈപ്പാണ് തരുന്നത്. 15 ക്വസ്റ്റ്യനും കാണും അതിനകത്ത്. മാർക്കും 15 മാർക്ക് വെച്ചിട്ടാണ് അതിലേക്ക്. സോ ഇവിടേക്ക് വരുമ്പോൾ വെർബൽ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന് 20 മാർക്കാണ്. വെർബൽ ടെസ്റ്റ് ഇല്ലെന്നല്ല, അത് കോമ്പിനേഷൻ അല്ല, നിങ്ങളോട് സ്പീക്ക് ചെയ്യാൻ പറയുന്നതാണ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ റീഡുണ്ട്, റൈറ്റ് ഉണ്ട്, സ്പീക്കുണ്ട്. ഈ 3 ടെസ്റ്റുകൾ നടത്തുന്നതാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ 20, 30, 50 മാർക്കിലേക്ക് ഇത് വരുന്നുണ്ടെന്നെങ്കിലും താഴെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതിലേക്ക്. ഇതിൻ്റെ മാർക്ക് കൂട്ടില്ല. പക്ഷേ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു സ്കോർ മിനിമം ക്വാളിഫയിങ് മാർക്സ് ആസ് ഡിസൈഡഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് തീരുമാനിക്കും. ഇൻഡിവിജ്വൽ ടെസ്റ്റ്, ഓരോ ടെസ്റ്റിനും മിനിമം അവിടെയുണ്ട്. മിനിമം
ക്വാളിഫയിങ് മാർക്ക്, അല്ലാതെ അതിൻ്റെ മാർക്ക് ഇതുമായിട്ട് കൂട്ടുകയോ ഒന്നുമില്ല. നിങ്ങൾക്ക് പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടില്ല എന്നർത്ഥം. അതവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളിലേക്ക് വരുന്നു. പിന്നെ അപ്രൻറ്റീസിന് ഇത് കിട്ടുന്നത് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. സോ അതിന് 5% റിലാക്സേഷൻ ഓരോ കാറ്റഗറിക്കും കിട്ടുന്നു. ഇതാണ് ലോക്കൽ ലാംഗ്വേജ് പ്രിഫറൻസ് ടെസ്റ്റ്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് കഴിഞ്ഞ് പഠിച്ചെടുത്താലും മതി. നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നു. ആ ജോലിക്ക് നിങ്ങൾ മെട്രോയിലാണെങ്കിൽ 46,000 അടുത്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അല്ലാത്തടത്താണെങ്കിൽ 40,000 നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി ആകും. അപ്പോൾ എന്താണ് കേരളത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ്? അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾ അതിനടുത്തുള്ള സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്യുന്നു. അവിടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓർക്കുക. നിങ്ങൾ കർണാടക അപ്ലൈ ചെയ്യാം, തമിഴ്നാട് അപ്ലൈ ചെയ്യാം. നമുക്ക് അവിടുത്തെ വേക്കൻസി ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ആദ്യം ആ സ്റ്റേറ്റുകളിലെ വേക്കൻസി എന്താണെന്നറിയാം. നിങ്ങളുടെ ഇവിടെ കാണുന്ന ഇതിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. കർണാടകയിൽ ടോട്ടൽ വേക്കൻസി 760. നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി നോക്കാവുന്നതാണ്. തമിഴ്നാട് 1410. ഓർക്കുക, കഴിഞ്ഞ വർഷം ഇത് വെറും 270,000 ബാക്ക്ലോഗ് കൊണ്ട് കൂട്ടിയിട്ട് ഇത് 360,000. അതിൽ നിന്നാണ് ഇത്രയും വേക്കൻസി കൂടിയത്. സോ അവിടെയെല്ലാം നല്ലപോലെ വേക്കൻസി കൂടിയെന്നർത്ഥം. കേരളക്കാർ എവിടെ അപ്ലൈ ചെയ്യണം എന്നോർക്കുക. തമിഴ്നാട് ഇത്രയും ഇതുണ്ടെങ്കിലും വേക്കൻസി കൂടിയെങ്കിലും തമിഴ്നാട്ടിൽ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടും. കർണാടകയിലും ഇതിനേക്കാൾ കുറവായിരിക്കും. 10 മാർക്കെങ്കിലും കട്ട് ഓഫ് കുറയുന്ന സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ തമിഴ്നാടിനായിട്ട് കുറവായിരുന്നു. കേരളത്തിൽ 230 വേക്കൻസി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ എവിടെ അപ്ലൈ ചെയ്യണം? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ കർണാടകയോ തമിഴ്നാടോ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, അത് ഓർക്കുക. പക്ഷേ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ലോക്കൽ ലാംഗ്വേജ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യം ജോലി മേടിച്ചെടുക്കാൻ നോക്കുക. അതാണ് അത്രയും പാട്, വേറെ ഒന്നുമില്ല. സോ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചാൽ നമ്മൾ കർണാടകയിൽ ജോലി കിട്ടിയാൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ വർഷം വരെ എന്തായാലും ചോദിച്ചാൽ നിങ്ങൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഇല്ല. കേരളത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ അവിടെ സെറ്റിലായി എന്ന് വിചാരിച്ചാൽ മതി. എന്നാൽ ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ ഒരു ചെറിയ മാറ്റം ആരും കാണാതെ കിടപ്പുണ്ട്. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. നമുക്കതിലേക്ക് നോക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആ ഒരു മാറ്റം? പലരും ഇത് ശ്രദ്ധിക്കത്തില്ല. കാരണം അത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണെന്ന് കരുതി അവർ നോക്കും. എന്നാൽ ഈ പ്രാവശ്യം SBI ഒരു സന്തോഷ വർത്തമാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമുക്കുള്ളത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ദ എബവ് വേക്കൻസീസ് ആർ പ്രൊവിഷണൽ. വേക്കൻസി പ്രൊവിഷണലാണ്. കേരളത്തിൽ നാളെ വരാം. ഡിപ്പെൻഡിങ് ഓൺ ദ ആക്ച്വൽ റിക്വയർമെൻറ്റ് ബാങ്ക് സെറ്റ് വേക്കൻസീസ് മേ വേരി. ഇനിയാണ് നോക്കേണ്ടത്. കാൻഡിഡേറ്റ്സ് മേ അപ്ലൈ ഫോർ വേക്കൻസീസ് ഓഫ് 1 സ്റ്റേറ്റ്. നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാം. അവിടെ കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കുക എന്നുള്ളതേ പറ്റൂ. എന്നാൽ ഈ പ്രാവശ്യം മാറ്റം എന്താണെന്ന് നോക്കുക. ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ഇന്റർ സർക്കിൾ ട്രാൻസ്ഫർ, ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഫോർ ജൂനിയർ അസോസിയേറ്റ്സ് ടു ബി റിക്രൂട്ടഡ് ബിഫോർ കംപ്ലീഷൻ ഓഫ് 5 years ഓഫ് സർവീസ്. നേരത്തെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാനേ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അവർ എന്താ പറയുന്നത് അറിയോ? 5 വർഷം നിങ്ങൾക്ക് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ തരാം. അതായത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തരാം, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക്, കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് തരാം. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇതുവരെ അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഹൗവർ ഇനി പറയുന്നത്, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 5 years സർവീസ് ഓൺലി ഇൻ എക്സെപ്ഷണൽ കേസസ് സച്ച് ആസ് എക്സ്ട്രീം കമ്പാഷനേറ്റ് ഗ്രൗണ്ട്, സ്പൗസ് ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടിൽ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതാണേലും കുഴപ്പമില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും നോക്കാൻ വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് എക്സ്ട്രീം കമ്പാഷനേറ്റ് ഗ്രൗണ്ടാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ബാങ്കിൽ തരും. സ്പൗസ്, നിങ്ങളുടെ ഭർത്താവ് പിന്നടുത്താണ്, നിങ്ങൾക്കും പോകണം. അപ്പോൾ കേരളത്തിലേക്ക് അവർ ട്രാൻസ്ഫർ തരും. സോ ബാങ്ക് ആസ് ഇറ്റ് സോൾ ഡിസ്ക്രിപ്ഷൻ മേ കൺസിഡർ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ആസ് പെർ ബാങ്ക്സ് ട്രാൻസ്ഫർ പോളിസി. കണ്ടോ, ഇതൊരു സന്തോഷ വാർത്തയല്ലേ? ഇത്രയും കാലം കർണാടകത്തിൽ പോയിരുന്നവർ അവിടെ പെട്ടുപോകുക എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ഗുജറാത്തിൽ പോയാൽ അത് പെട്ടുപോകുക എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രാവശ്യത്തെ അതിന് മാറ്റങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് സന്തോഷ വർത്തമാനം ഇല്ലെങ്കിൽ സങ്കട വർത്തമാനത്തിൻ്റെ കൂടെ നല്ല സന്തോഷ വർത്തമാനം തരുന്നൊരിതുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനം ഒരിക്കലും വെറുതെ ആകില്ല എന്ന് ഓർക്കുക. അതിന് ഫലം കിട്ടിയിരിക്കും. സോ എവിടെയാണെങ്കിലും അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് 31 ഓഗസ്റ്റ് 30 മുമ്പ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ശരിക്കും ചെയ്യുക. എവിടെ ചെയ്യണമെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് കർണാടകയിലല്ല കൂടുതൽ, തമിഴ്നാട്ടിലാണ് വേക്കൻസിയും കൂടുതൽ, കട്ട് ഓഫും കൂടുതലെന്ന് ഓർക്കുക. സോ അതിനനുസരിച്ച് ഇത് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നിങ്ങളൊക്കെ SBI ക്ലർക്കായി മാറട്ടെ. നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾക്ക് കിട്ടട്ടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിൽ അത് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.